നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 ഒരാൾ ദൂരത്താണെങ്കിലും മറ്റൊരാളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ അയാൾ അടുത്തു തന്നെയാകുന്നു. എന്നാൽ ഒരാളുടെ ഹൃദയത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ലെങ്കിൽ അയാൾ അടുത്താണെങ്കിലും ദൂരെയാകുന്നു. രണ്ടു വ്യക്തികൾ തമ്മിൽ എത്ര അകലെയാണെങ്കിലും ഹൃദയങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബന്ധം. എത്ര തന്നെ അടുത്താണെങ്കിലും ഹൃദയങ്ങൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ ഈ ബന്ധം മൂല്യമുള്ളതാകില്ല. ആ ജീവിതം ആസ്വാദ്യകരമാകില്ല. സ്നേഹം എന്നത് മൂല്യവത്തായ ഒരു ഗുണമാകുന്നു. മനുഷ്യരെയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെയും ചേർത്ത് നിർത്താൻ ഉതകുന്ന ഉദാത്ത മൂല്യമാണ് സ്നേഹം. ഇപ്രകാരമുള്ള ബന്ധങ്ങളാണ് ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചും ദോഷമായി ചിന്തിക്കാതെ ഗുണങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ആ വ്യക്തിയോട് സ്നേഹം പുലർത്താൻ കഴിയും. സ്നേഹമുള്ളിടത്ത് ഐക്യവും കരുതലും സഹനവും ഉണ്ടാകും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. ദുരാശാ ഭൂയിഷ്ഠേ ദുരധിപഗൃഹ ദ്വാരഘടകേ ദുരന്തേ സംസാരേ ദുരിതനിലയേ ദുഃഖജനകേ മദായാസം കിം ന വ്യപനയസി കസ്യോപകൃതയേ വദേയം പ്രീതിശ്ചേത് തവ ശിവ കൃതാർത്ഥാഃ ഖലു വയം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. അല്ലയോ ഭഗവാനെ, അത്യന്തം കൃപാലുവായ അങ്ങ് എന്നെ രക്ഷിക്കുന്നില്ല. അപ്പോൾ മറ്റാരിലോ അങ്ങയ്ക്ക് പ്രീതിയുണ്ടാകും. അത് ബ്രഹ്മാവിനോടാണോ? ആരായാലും പറഞ്ഞോളൂ എന്നിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന വിവരണമാണ് ശങ്കരാചാര്യരുടെ ശിവാനന്ദലഹരിയിലെ 19-ാം ശ്ലോകം. ഭഗവാനും ഭക്തനും തമ്മിലുള്ള അനന്യഭാവം പ്രകടമാക്കുന്ന ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 19-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ ദുഃഖഭൂയിഷ്ടമായ സംസാരത്തിൽ ഹേ ഭഗവൻ, എന്താണ് അങ്ങൻ്റെ ക്ലേശങ്ങളെ ഇല്ലാതാക്കാത്തത്? ഇതാണ് ചോദ്യം. ദുരാശാഭൂയിഷ്ഠേ ദുരധിപഗൃഹദ്വാരഘടകേ ദുരന്തേ സംസാരേ ദുരിതനിലയേ ദുഃഖജനകേ മദായാസം കിം ന വ്യപനയസി. മദായാസം, എൻ്റെ ആയാസത്തെ, എൻ്റെ ക്ലേശത്തെ കിം ന വ്യപനയസി, എന്തുകൊണ്ട് നീക്കുന്നില്ല? ഇതാണ് ചോദ്യം. അവിടെ സംസാരത്തിൻ്റെ വിശേഷണങ്ങളായിട്ടാണ്
ദുരാശാഭൂയിഷ്ഠം, ദുരധിപഗൃഹദ്വാരഘടകം, ദുരന്തം, ദുരിതനിലയം, ദുഃഖജനകം എന്നീ പദങ്ങളെ പ്രയോഗിച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും സപ്തമി രൂപം ഇവിടെ പറഞ്ഞു. അങ്ങനെയുള്ളിടത്ത് കഷ്ടപ്പെടുന്ന എൻ്റെ ഈ കഷ്ടപ്പാടുകളെ എന്താണ് നീ നീക്കാത്തത്? നീ കൃപാലുവല്ലേ എന്ന് ഭാവം. ഇനി നിനക്ക് മറ്റു വല്ല ഉദ്ദേശ്യവും ഉണ്ടോ? എന്തുദ്ദേശ്യം? പറയുന്നു, കസ്യോപകൃതയെ വധ. ഇത് ആരുടെ ഉപകാരത്തിനായിക്കൊണ്ടാണ്? അഥവാ കസ്യ എന്നുള്ളതിന് ബ്രഹ്മാവിൻ്റെ എന്നർത്ഥം പറയാം. കസ്യ ആരുടെ എന്ന് സാമാന്യം കിം ശബ്ദരൂപമായിട്ട് എടുക്കുമ്പോൾ, അതിൻ്റെ ഷഷ്ഠി രൂപമായി എടുക്കുമ്പോൾ ആരുടെ എന്നർത്ഥം വരും. ആരുടെ ഉപകാരത്തിനായിക്കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത്? എന്നെ രക്ഷിക്കായിക എന്നുള്ളത് നീ മറ്റാരുടെ ഉപകാരത്തിനായിക്കൊണ്ടാണ് ചെയ്യുന്നത്. അഥവാ ക ശബ്ദം ബ്രഹ്മാവ് എന്ന അർത്ഥത്തിലെടുത്താൽ കസ്യ എന്നുള്ളതിന് ബ്രഹ്മാവിൻ്റെ എന്നർത്ഥം വരും. അപ്പം ബ്രഹ്മാവിൻ്റെ ഉപകൃതിക്കായിക്കൊണ്ട്, ഉപകാരത്തിനായിക്കൊണ്ടാണോ നീ ഇപ്രകാരം ചെയ്യുന്നത്? വധ. താത്പര്യം, ഒന്നാമത്തെ ഭാവം, കൃപാലുവായിട്ടും നീ എന്നെ രക്ഷിക്കുന്നില്ല. അപ്പം നീ മറ്റാർക്കോ ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അതെന്നോട് പറഞ്ഞോളൂ, മടിക്കേണ്ടതില്ല. വധ പറയൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്കൊരു വിരോധവും നിന്നോടുണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, നീ ബ്രഹ്മാവിൻ്റെ ഉപകാരത്തിനായിക്കൊണ്ടാണോ ഇത് ചെയ്യുന്നത്? താത്പര്യം, അജ്ഞാനികളായി സംസാരത്തിൽ ജനങ്ങൾ ഉഴറിയാൽ മാത്രമേ കാമപരായണന്മാരായി വീണ്ടും വീണ്ടും സൃഷ്ടി പ്രക്രിയ നടക്കൂ. വിഷയങ്ങളിൽ ആഗ്രഹം ജനിപ്പിച്ച് സ്ത്രീ പുരുഷാദി കാമങ്ങളിൽ ഏർപ്പെടുത്തി സന്താനോൽപാദനം ചെയ്ത് ലോകത്തിൻ്റെ വിസ്തരണം ചെയ്യുക എന്നുള്ള ബ്രഹ്മാവിൻ്റെ കൃത്യം നടക്കുന്നത് എന്നെ അജ്ഞാനത്തിൽ നീ തളച്ചിടുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇപ്രകാരം നീ എന്നെ രക്ഷിക്കാതിരിക്കുന്നത് ബ്രഹ്മാവിന് വേണ്ടിയിട്ടാണോ? കസ്യ ബ്രഹ്മണഃ ഉപകൃതയെ കിംവ. രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, ആദ്യത്തെ അർത്ഥം, ആരുടെ ഉപകാരത്തിനായിക്കൊണ്ടാണ് നീ എന്നെ രക്ഷിക്കാത്തത്? രണ്ടാമത്തെ അർത്ഥം, ബ്രഹ്മാവിൻ്റെ ഉപകാരത്തിന് വേണ്ടിയാണോ നീ എന്നെ രക്ഷിക്കാത്തത്? വധ ഇയം പ്രീതി തവ. നിൻ്റെ ഈ പ്രീതി ഉണ്ടല്ലോ, എന്നെ രക്ഷിക്കായിക എന്നുള്ളത് കൃപാലുവായ നിനക്ക് യോജിക്കുന്നില്ല. എന്നാൽ അത് നീ മറ്റാർക്കോ വേണ്ടിയാവാം, അല്ലെങ്കിൽ ബ്രഹ്മാവിന് വേണ്ടിയാവാം. അപ്പോൾ നിനക്ക് മറ്റാരോടോ പ്രീതിയുണ്ട്, അഥവാ നിനക്ക് ബ്രഹ്മാവിനോട് പ്രീതിയുണ്ട്. ഈ പ്രീതി, ഇയം പ്രീതി വധ, നീ പറഞ്ഞോളൂ, എന്നോട് പറയൂ ശിവൻ എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു ഭക്തൻ്റെ വിധിവിധാനപരമായ ഭക്തിക്കപ്പുറത്ത് ഭഗവാനും ഭക്തനുമുള്ള ഒരു ഏകത്വത്തിൻ്റെ തലമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഇപ്രകാരം ഒരിക്കലും പരമശിവനോട് ചോദിക്കില്ല. അപ്പോൾ എല്ലാ അക്കലങ്ങളും നീങ്ങി എന്തും പരസ്പരം സംസാരിക്കാവുന്ന തരത്തിലുള്ള അനന്യമായ ഭക്തിഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഒരു ഔപചാരികമായ വിധിവിധാനപരമായ ഭക്തിയിൽ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അപരാഭക്തിയിൽ അഥവാ ഗൗണീ ഭക്തിയിൽ ചിന്തിക്കാൻ കഴിയാത്തൊരു സംഭാഷണ ശൈലിയാണിത്. കാരണം നിനക്ക് മറ്റാരെയെങ്കിലും രക്ഷിക്കാനുള്ള താത്പര്യം കൊണ്ടാണോ? എങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയല്ല ബ്രഹ്മാവിൻ്റെ ഉപകാരത്തിന് വേണ്ടിയാണോ? എങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഭഗവാനുമായിട്ടുള്ളൊരു അനന്യതയെ കാണിക്കുന്ന ഭാവമാണ്. ശിവാനന്ദലഹരിയിലെ ഓരോ ശ്ലോകവും ഭക്തിലഹരിയാണ്. നോക്കൂ, ദുരാശാഭൂയിഷ്ഠേ ദുരധിപഗൃഹദ്വാരഘടകേ ദുരന്തേ സംസാരേ ദുരിതനിലയേ ദുഃഖജനകേ മദായാസം കിം ന വ്യപനയസി കസ്യോപകൃതയേ വദേയം പ്രീതിശ്ചേത് തവ ശിവകൃതാർത്ഥ ഖലു വയം.
വയം കൃതാർത്ഥാ ഖലു, ഞങ്ങൾ നിശ്ചയമായും കൃതാർത്ഥന്മാരാണ്. അതുകൊണ്ട് പറയൂ, എന്താണ് നിൻ്റെ പ്രീതി എന്നുള്ളത് പറയൂ. ഭഗവാന്റെ പ്രീതി എന്തോ അതറിയുന്നത് ഭക്തന് കൃതാർത്ഥതയാണ്. ഭഗവാനും ഭക്തനുമുള്ള അനന്യഭാവമാണ് അവിടെ. അത് ഹേതുവായി തനിക്ക് ക്ലേശം വരുമോ എന്നുള്ളതല്ല വിഷയം. തനിക്ക് ക്ലേശം വന്നാലും ഒന്നുമില്ല. അതാണ് ഭഗവാന്റെ ഇച്ഛയെങ്കിൽ, സങ്കല്പമെങ്കിൽ അത് തനിക്ക് കൃതാർത്ഥതയാണെന്ന് പറയുന്ന ഒരു പരാഭക്തൻ്റെ ഭാവം നമുക്കിവിടെ കാണാം. ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. रामचन्द्रं भजे अच्युतं केशवं रामनारायणम् अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरिं कृष्णदामोदरं वासुदेवं हरिं अच्युतं केशवं राम